പ്രാസംഗികരായ വിദ്വാൻമാരെ അവർ ഈ നക്ഷത്രം കണ്ടിട്ട് അന്വേഷിച്ച് തന്നു. അവർ പറഞ്ഞു, ഈ നക്ഷത്രത്തിൽ ജനിച്ചത് ഒരു രാജാവാണ്. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ ഇവർ ചെന്ന് ആ കൊട്ടാരത്തിൽ ചോദിക്കുകയാണ്, യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? ഞാൻ ചോദിക്കട്ടെ ദൈവമക്കളെ, നമ്മളെല്ലാവരും ഓരോ പേരൊക്കെ ഇട്ടിപ്പം വന്നു. നമ്മൾ ജനിച്ചപ്പോൾ നമ്മൾ എന്തുമായിരുന്നു? ഒരു ശിശു മാത്രമായിരുന്നു. സ്തോത്രം. ഈ രാജാവായി പിറന്നവരെല്ലാം രാജാവായിട്ടാണോ പിറന്നത്? അല്ല, അവരൊക്കെ ഒരു ശിശുവായിട്ടാണ് പിറന്നത്. ഒരു ഗ്രാമത്തിൽ ചെന്നിട്ട് ഒരാൾ ചോദിച്ചു, മഹാന്മാർ ജനിച്ച സ്ഥലം എവിടെയാണ്? അല്ലെങ്കിൽ ഇവിടെ ഒരു മഹാൻ ജനിച്ചല്ലോ. ഇവിടെ മഹാനൊന്നും ജനിച്ചല്ലോ, ഒരു ശിശു ജനിച്ചു, പിന്നീട് അവൻ മഹാനായി തീർന്നു. ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ? ഇവിടെ ജനിക്കുന്നവരെല്ലാം സാധാരണക്കാരായി ജനിക്കുമ്പോൾ ഇവിടെ നമ്മുടെ കർത്താവ് ജനിച്ചപ്പോഴേ രാജാവായി. ഹല്ലേലൂയ, അവൻ രാജാവായി തന്നെ പിറക്കുകയാണ്. കരങ്ങളെ അടിച്ചല്ലോ ദൈവത്തെ മഹത്വപ്പെടുത്തിയാണ് ദൈവമക്കളെ. ഓ, ഹി ഈസ് എ കിങ് ഓഫ് കിങ്സ് ആൻഡ് ലോർഡ് ഓഫ് ലോർഡ്സ്. ശബന. യഹൂദന്മാരുടെ രാജാവായി പിറക്കുകയാണ്. ഇവിടെ ആരും രാജാവായി പിറക്കുന്നില്ല. എല്ലാവരും ജനിച്ച് പിന്നെ കുറെ കാലം കഴിഞ്ഞിട്ടാണ് രാജാവാകുന്നത്. ഇവിടെ ആരും മഹാന്മാരായി ജനിക്കുന്നില്ല. ജനിച്ച് കുറെ കഴിഞ്ഞ് അവർ മഹാന്മാരാകുന്നത്. എന്നാൽ നമ്മുടെ കർത്താവ് ജനിച്ചപ്പോൾ തന്നെ അവർ രാജാവായി പിറന്നു. അതുകൊണ്ട് വിദ്വാൻമാർ വന്ന് ചോദിക്കുകയാണ്, രാജാവായി പിറന്നവൻ എവിടെ? മത്തായി പരിചയപ്പെടുത്തുകയാണ്. നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നവൻ ആരാന്നറിയാമോ? അവൻ നമ്മുടെ രാജാവാണ്. രാജാവാണെങ്കിൽ അവനൊരു ഭരണമുണ്ട്. നമ്മുടെ ഉള്ളിലാണ് അവൻ ഭരണം നടത്തുന്നത്. രാജാവാണെങ്കിൽ അവനൊരു ടെറിട്ടറി ഉണ്ട്, അവനൊരു രാജ്യമുണ്ട്. ആ രാജ്യമാണ് ഇന്ന് നാം കാണുന്ന ദൈവത്തിൻ്റെ സഭ. അക്ഷരാർത്ഥത്തിൽ 1000 ആണ്ട് വാഴ്ചയിൽ നമ്മൾ അവനോടുകൂടെ വാഴുവാൻ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വരും. പക്ഷെ ഇന്ന് ആ രാജാവ്, ആ രാജ്യം എവിടെയുണ്ട്? അത് ദൈവത്തിൻ്റെ സഭയാണ്. ദൈവത്തിൻ്റെ സഭ എവിടെയുണ്ടോ അത് ദൈവത്തിൻ്റെ രാജ്യമാണ്. ഇവിടെ ഭരിക്കുന്നത് ജോബിൻ പാസ്റ്റർ അല്ല, ഇവിടെ ഭരിക്കുന്നത് സംഘാടല്ല. ഇവിടെ ഭരണം നടത്തുന്നത് രാജാതി രാജാവ്, കർത്താതി കർത്താവുമായവൻ. ഇന്ന് പൽക്കല രാജ്യത്തിന്റെ ശക്തി അനുഭവിക്കുന്നവർ കരകളെ തട്ടിയുന്ന കർത്താവിന്റെ മഹത്വം കൊടുത്താട്ടെ.